മീരേ, മീരേ, വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോടാ സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടമായിരിക്കണോന്ന്. ഇനി മാറാനും മതിയാക്കാനും ഒന്നും പറ്റില്ല. ഇവൻ എന്റെ മുറപ്പെണ്ണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാലകൃഷ്ണ പോയെ ചെന്നോട് മാപ്പി വയ്ക്കും. മാപ്പും കോപ്പും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ശിക്ഷ? എന്ത് ശിക്ഷ? പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിച്ചില്ലേ, അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം. അത് നീ അറിയാണ്ട് ഓട്ടോന്നല്ലോ, മലപ്പുറം ചെയ്തല്ലേ, അതേപോലാണോ ഇത്? നീ മിണ്ടരുത്. നിനക്ക് വോയിസ് ഇല്ല, വോയിസ് ഇല്ല, വോയിസ് ഇല്ല. മത്തായി ചേട്ടാ, ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം വിടും. ഓ, ഇത് വലിയൊരു ശല്യമായില്ലോ. ബാലകൃഷ്ണ, നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച പോരെ? തൽക്കാലം മതി, ബാക്കി പിറകെ. ഒരു മാസം പറയേണ്ടതായിരുന്നു. ഉറക്കൊളിച്ച് പെണ്ണുങ്ങൾ നോക്കാൻ നടക്കല്ലേ?